ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലീക്കും അതുമൂലം ഉണ്ടായ ഒരു പുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ലീക്ക് നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഓയിൽ ലീക്ക് കാരണം പുക ഉണ്ടാവണം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓയിൽ ലീക്കായി പോകുന്നുണ്ട്, പിന്നെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പുക വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ബോണറ്റൊക്കെ തുറന്ന് നോക്കുമ്പോൾ പുക വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എവിടെ നിന്നാണ് പുക വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ. അപ്പോൾ ഇത് കാണിച്ച പോലെ ഓയിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചാടണ്ടായിരുന്നു. അത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽ കവറിൻ്റെ ചുറ്റുമാണ്. വാൽവിൻ്റെ കവറിൻ്റെ ചുറ്റും ഓയിൽ ലീക്കാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് കവറിൻ്റെ പാക്കിങ് പോയിട്ട് ഓയിൽ ഇങ്ങനെ ഒലിച്ച് താഴത്തേക്ക് ഇറങ്ങണതാണ്. ഇത് കണ്ടോ, ചുറ്റും ഓയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാൽവിൻ്റെ കവറങ്ങ് ഫുള്ള് ഊരി, ഇതുണ്ടല്ലേ വാൽവ് ക്യാം ഷാഫ്റ്റും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്, ക്യാം ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വാൽവിൻ്റെ കവർ നമ്മളങ്ങ് ഊരി. കവർ ഊരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പുണ്ട്, ഇഞ്ചക്ടറിൻ്റെ പൈപ്പ് നമ്മൾ നല്ല രീതിയിൽ അടിയിലും താഴെയും ലൂസ് ചെയ്തിടുക. താഴെ ലൂസ് ചെയ്തിട്ടിട്ട് മുകളിൽ ഊരിയിടുക. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബെൻഡായി പോവും. അപ്പോൾ അതൊന്ന് ബെൻഡാക്കാതെ നമ്മൾ മാക്സിമം ഊരാൻ നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വാൽവ് കവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ അതേ കടയിൽ നിന്ന് മേടിച്ചോണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ പിടിപ്പിക്കുക. പിന്നെ ഈ ഒരു വാൽവ് കവർ പാക്കിങ് മാറാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ടറിൻ്റെ പാക്കിങ്ങും അതുപോലെ തന്നെ ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു സീലും എല്ലാ സംഭവങ്ങളും നമ്മൾ മാറിക്കളയണം. ഇഞ്ചക്ടറിൻ്റെ സീലും അതുപോലെ തന്നെ പൈപ്പിൻ്റെ സീലും അതെല്ലാം മാറിക്കളയണം. 3 സീലും മാറിക്കളയണം. ആ ഒരു വാൽവ് കവറിൻ്റെ ലീക്ക് ആയാലും ആ ഒരു എല്ലാ സീലും മാറിക്കളഞ്ഞില്ലെങ്കിൽ പിന്നീട് ആ ഒരു ഇഞ്ചക്ടറിൻ്റെ അവിടുത്തെ സീലും മറ്റേ പൈപ്പിൻ്റെ അവിടെ വന്ന സീലൊക്കെ ലീക്കായി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു വാൽവ് കവർ അഴിച്ചെടുക്കേണ്ടി വരും. ഇത് അഴിച്ചെടുക്കാൻ നിസ്സാര ചടങ്ങല്ല. പൈപ്പ് കാര്യങ്ങളും അതുപോലുള്ള എല്ലാ സംഭവങ്ങളും വിടിയിച്ചിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കളയുമ്പോൾ ഈ വന്ന ഗ്യാസ്കറ്റുകൾ, സീലുകൾ എല്ലാം തന്നെ അങ്ങ് മാറിക്കളഞ്ഞേക്കുക. പിന്നീട് വരുന്ന ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, താഴത്തേക്ക് ഒലിച്ചിറങ്ങിയ ലീക്കാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതുണ്ടോ, ഇതാണ് വാൽവ് കവർ പാക്കിങ് പഴയത്. അപ്പോൾ നമ്മളിത് ഇത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അത് കൂട്ടിൽ എടുത്തുകൊണ്ട് പോയത്. ഇത് നമ്മുടെ പൈപ്പിൻ്റെ അവിടെ തന്നെ സീലാണ് കേട്ടോ, ഓയിൽ സീലാണ് പൈപ്പിൻ്റെ അവിടെ തന്നത്. ഇത് നമ്മുടെ ടോപ്പിൽ വരുന്ന ഇഞ്ചക്ടറിൻ്റെ അവിടെ വരുന്ന ഓയിൽ സീലാണ് ടോപ്പിൽ തന്നെ. ആ ഒരു ഓയിൽ സീലൊക്കെ അഴിച്ച് 1 ടൈം യൂസാണ് കേട്ടോ. അവസാനം അഴിച്ചെടുത്തപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ അവിടെ ചെറിയ രീതിയിലുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇഞ്ചക്ടറിൻ്റെ സീലൊക്കെ നമ്മൾ മാക്സിമം നല്ല സീല് തന്നെ ഫിറ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇന്നോവയുടെ വാൽ കവറിൻ്റെ പാക്കിങ്ങും അതുപോലെ തന്നെ ഈ സീലുകളൊക്കെ അത്യാവശ്യം നല്ല സീലുകൾ തന്നെ ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും പെട്ടെന്ന് ലീക്കാവും. ഈ ഒരു സീല് ഒറിജിനൽ സീലാണ് കേട്ടോ. ഇന്നോവയ്ക്ക് തന്നെ ഒറിജിനൽ ജെന്യൂൻ പാർട്സാണ് ഇഞ്ചക്ടർ സീല്. ഈ വാൽ കവറിൻ്റെ പാക്കിങ് ഒറിജിനൽ നമുക്ക് കിട്ടിയില്ല. ഒറിജിനൽ കിട്ടണമെങ്കിൽ നമുക്ക് പെരുമ്പാവൂർ പോകണമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ബെൽറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ബെൽറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ സീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതൊക്കെ ഒറിജിനൽ തന്നെ സീലാണെങ്കിലും വാൽ കവറിൻ്റെ പാക്കിങ് നമുക്ക് ഒറിജിനലല്ല കിട്ടിയത്. പിന്നീട് ഈ സാധനമൊക്കെ അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്തേണ്ട കേട്ടോ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാൽ കവറിൻ്റെ പാക്കിങ് നമ്മൾ പിടിപ്പിക്കാൻ നേരത്തെ ലേശം ബോണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ ഒരു കട്ടിങ് വന്ന ഭാഗങ്ങളുണ്ട്, ഓരോരോ സ്ഥലങ്ങളിൽ കട്ടിങ് വന്ന അവിടെയൊക്കെ ലേശം ബോണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരുപാട് നമ്മൾ ബോണ്ട് ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഈ റബ്ബർ പാക്കിങ് പുതിയ പാക്കിങ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഓയിൽ ലീക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും. പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഓയിൽ ലീക്ക് കാരണം ഉണ്ടായ ഒരു പുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ കവർ പാക്കിങ് ലീക്കായിട്ട് ആ ഓയിൽ ഇങ്ങനെ തുള്ളിയല്ല ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ പയ്യെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒലിച്ചൊലിച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഇറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സോസ്റ്റ് ഭാഗങ്ങളിലൊക്കെയാണ് ഇറങ്ങിയത്. അതുപോലെ നമ്മളെ ഈ സൈലൻസറിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് അത് സൈലൻസർ നല്ല ചുട്ട് പഴുത്ത് ചൂടായിട്ടിരുന്നപ്പോൾ ആ ഓയിൽ ഇറങ്ങിയിട്ടാണ് ഈ ഒരു പുകയുണ്ടായത്. അപ്പോൾ നല്ല ചുട്ട് പഴുത്തിരിക്കുന്ന സൈലൻസറിലേക്ക് ഓയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വെള്ള പുകയുണ്ടാവുമല്ലോ, ആ ഒരു പുകയാണ് കേട്ടോ. ആ ഒരു പുക കസ്റ്റമർ പറഞ്ഞ പുക അതാണ്. അപ്പോൾ ഈ സീലൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എല്ലാ സീലും കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുക വന്നു കഴിഞ്ഞപ്പോൾ പേടിച്ചു പോയതാ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബോണറ്റ് തുറക്കുമ്പോൾ ഒരു പുക കണ്ടു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പേടിക്കുമല്ലോ. ഇത് ഏതാണ്ടില്ല, എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റിയേക്കണത്. ആദ്യം വരുന്ന ഒരു രീതിയിലല്ല, എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് അത്യാവശ്യം ചെറുതായിട്ട് എൻജിൻ റൂമൊക്കെ ഒന്ന്